Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മാക്രോ ഡെഫിനിഷൻ ആൻഡ് എക്സ്പാൻഷനെ കുറിച്ചാണ്. മാക്രോയുടെ ഡെഫിനിഷൻ ആൻഡ് എക്സ്പാൻഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്രോ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. അതൊരു സിംഗിൾ നെയിമിൻ്റെ അകത്തായിരിക്കും. നമുക്കൊരു സിംഗിൾ ലൈൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ നെയിമിനുള്ള അബ്രിവേഷൻ ആയിരിക്കും ഈ മാക്രോ എന്ന് പറയുന്നത്. മാക്രോ എന്ന് പറയുന്നതിൻ്റെ അകത്ത് സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ കാണും. നമുക്ക് പക്ഷേ പ്രോഗ്രാം എഴുതുമ്പോൾ ഒരു സിംഗിൾ ലൈന് പ്രോഗ്രാം എഴുതുമ്പോൾ എഴുതി കൊടുത്താൽ മതി. നമുക്ക് പ്രോഗ്രാം എഴുതുമ്പോഴത്തേന് പ്രോഗ്രാമർക്ക് ഒന്നിൽ കൂടുതലെടുത്ത് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് കോമൺ ആയിട്ട് വരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒന്നിൽ കൂടുതലെടുത്ത് ഈ ഗ്രൂപ്പ് ഓഫ് കോഡ് ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് അതിന് പകരം ഒരു നെയിം വെച്ചിട്ട് കൊടുക്കാം. പ്രോഗ്രാമർക്ക് ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ റിപ്പീറ്റ് ചെയ്തിട്ട് പ്രോഗ്രാമിൻ്റെ പലയിടത്ത് വരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇപ്പം ഒരു 4 ലൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. സെയിം കോഡ് തന്നെ പ്രോഗ്രാമിൻ്റെ പലയിടത്ത് വരുവാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത്രയും പ്രാവശ്യം ആ പ്രോഗ്രാമിൽ എഴുതി കൊടുക്കേണ്ട ആ കോഡിനെ റിപ്പീറ്റ് ചെയ്ത്, അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ആ ഒരു 4 ലൈൻ എഴുതുന്നതിന് പകരം ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതിനെയാണ് മാക്രോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നിങ്ങൾ സിക്കകത്ത് കണ്ടിട്ടില്ലേ ഹാഷ് ഡിഫൈൻ. ഓക്കെ, പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് മാക്രോ എപ്പോഴും എഴുതുന്നത് കേട്ടോ. സ്റ്റാർട്ടിങ് ആണ്, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആണ് നമ്മൾ എഴുതുന്നത് മാക്രോ എഴുതുന്നത്. സി എഴുതുമ്പോൾ കണ്ടിട്ടില്ലേ ഹാഷ് ഇൻക്ലൂഡ് കഴിഞ്ഞിട്ട് ഉടനെ ഹെഡർ ഫയൽ കഴിഞ്ഞ ഉടനെയാണ് ഹാഷ് ഡിഫൈൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ വോയിഡ് മെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്ന ഒരു മാക്രോ ആയി സിക്കകത്ത് യൂസ് ചെയ്യുന്ന മാക്രോ ആണ് ഹാഷ് ഡിഫൈൻ. നമ്മൾ അസംബ്ലി ലാംഗ്വേജിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മാക്രോയാണ് മാക്രോ. പിന്നെ ഒരു മാക്രോയുടെ നെയിമും കാണും. മാക്രോ എന്ന് കാണും, പിന്നെ ഒരു മാക്രോയുടെ നെയിം കാണും. ഇങ്ങനെയാണ് അസംബ്ലി ലാംഗ്വേജിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് ഈ അസംബ്ലി ലാംഗ്വേജിൻ്റെ അകത്ത് എങ്ങനെയാണ് മാക്രോ എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പ്രോഗ്രാമിലെ പലയിടത്ത് വരികയാണെങ്കിൽ ഓക്കെ, അതിന് ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ ആയിട്ട് പ്രോഗ്രാമർക്ക് നമ്മൾ എഴുതാൻ പറ്റും. അതിനെയാണ് മാക്രോ എന്ന് പറയുന്നത്. മാക്രോ പ്രീ പ്രോസസ്സർ എന്ന് പറയുന്നത് ഓക്കെ, ഈ മാക്രോ പ്രീ പ്രോസസ്സർ എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് മാക്രോയുണ്ട്. മാക്രോ ഉള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻപുട്ടായിട്ട് മാക്രോ പ്രീ പ്രോസസ്സറിന് കൊടുത്തു കഴിഞ്ഞാൽ മാക്രോ പ്രീ പ്രോസസ്സർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് മാക്രോ ഉള്ളതിനെടുത്ത് റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, അതായത് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ മാക്രോ ഉള്ളതിനെ മാറ്റി അവിടെ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ആ മാക്രോ എവിടെയൊക്കെയാണോ ആ പ്രോഗ്രാമിൻ്റെ അകത്ത് വരുന്നത് അതിനെ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. അത് മാക്രോ ഇല്ലാത്തൊരു പ്രോഗ്രാം ആക്കി മാറ്റും. അതിനാണ് മാക്രോ പ്രീ പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ഇൻപുട്ട് പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പ്രോഗ്രാം, ആ ഇൻപുട്ട് പ്രോഗ്രാമിൻ്റെ അകത്ത് മാക്രോ ഉള്ള ഒരു ഇൻപുട്ട് പ്രോഗ്രാമാണ് നമ്മൾ കൊടുക്കുന്നത്. അതെന്ത് ചെയ്യും, മാക്രോ പ്രീ പ്രോസസ്സറിൻ്റെ അകത്തോടെ പോയി കഴിയുമ്പോൾ വിത്തൗട്ട് മാക്രോ ഉള്ള ഒരു പ്രോഗ്രാം ആക്കി അതിനെ കൺവേർട്ട് ചെയ്യും. വിത്തൗട്ട് മാക്രോ എന്ന് പറഞ്ഞാൽ മാക്രോയുടെ എവിടെയൊക്കെയാണോ മാക്രോയുടെ കോള് വരുന്നത് അവിടെ എല്ലാം എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യും. അപ്പം അതാണ് മാക്രോ പ്രീ പ്രോസസ്സർ ചെയ്യുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം മാക്രോ പ്രീ പ്രോസസ്സർ എന്ത് ചെയ്യും, മാക്രോ പ്രോഗ്രാം വിത്ത് മാക്രോ ഉള്ളതിനെ എന്ത് ചെയ്യും, പ്രോഗ്രാം വിത്തൗട്ട് മാക്രോ ആക്കി മാറ്റും. അങ്ങനെയുള്ള പ്രോഗ്രാമാണ് ഈ മാക്രോ മാറ്റി കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ് ആർക്ക് കൊടുക്കുന്നത്, അസംബ്ലർക്ക് കൊടുക്കുന്നത്. അസംബ്ലർ എന്ത് ചെയ്യും, ഇതിനെ ഒബ്ജക്റ്റ് കോഡാക്കി കൺവേർട്ട് ചെയ്യും. ഇങ്ങനെയാണ് മാക്രോ ചെയ്യുന്നത്. മനസ്സിലായി? ഇൻപുട്ട് പ്രോഗ്രാമിൻ്റെ അകത്ത് മാക്രോ ഉള്ള ഒരു ഇൻപുട്ട് പ്രോഗ്രാമാണ് കൊടുക്കുന്നത് മാക്രോ പ്രീ പ്രോസസ്സർക്ക്. മാക്രോ പ്രീ പ്രോസസ്സർ ഇതിനെ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്തിട്ട് വിത്തൗട്ട് മാക്രോ ഉള്ള ഒരു പ്രോഗ്രാം ആക്കി മാറ്റും. അതാണ് അസംബ്ലർക്ക് കൊടുക്കുന്നത്. അസംബ്ലർ അതിനെ ഒബ്ജക്റ്റ് കോഡാക്കി കൺവേർട്ട് ചെയ്യും.
നെക്സ്റ്റ് മാക്രോ ഡെഫിനിഷൻ എന്താണെന്നാണ് പറയുന്നത്. ഒരു മാക്രോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻ ഫോർ പ്രോഗ്രാം ജനറേഷൻ ത്രൂ എക്സ്പാൻഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും മാക്രോയ്ക്കകത്ത് കാണുന്നത്. അതൊരു സിംഗിൾ നെയിമിൽ അത് നമുക്ക് എഴുതാനായിട്ട് പറ്റും പ്രോഗ്രാമർക്ക്. അതിനുവേണ്ടിയാണ് മാക്രോ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം മാക്രോ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻ ഫോർ പ്രോഗ്രാം ജനറേഷൻ ത്രൂ എക്സ്പാൻഷൻ. ഒരു യൂണിറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻ, ഒരു പ്രോഗ്രാമിൻ്റെ ഒരു യൂണിറ്റ് ആണ്. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മാക്രോ എങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു മാക്രോയ്ക്കകത്ത് ഒരു നെയിം കാണും. ഓക്കെ, മാക്രോ കൺസിസ്റ്റ് ഓഫ് എ നെയിം കാണും. സെറ്റ് ഓഫ് ഫോർമൽ പാരാമീറ്റേഴ്സ്, അതിൻ്റെ അകത്ത് സെറ്റ് ഓഫ് ഫോർമൽ പാരാമീറ്റേഴ്സ് കാണും. കൂടാതെ ഒരു ബോഡി കാണും, ബോഡി ഓഫ് കോഡും കാണും. ഓക്കെ, അപ്പം ഒരു മാക്രോയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്? ഒരു നെയിം ഉണ്ട്, സെറ്റ് ഓഫ് ഫോർമൽ പാരാമീറ്റർ. ഇവിടെ പറയുവാണെങ്കിൽ മാക്രോയ്ക്ക് ഒരു നെയിം, ഇങ്ങനെയാണ് സാധാരണ എഴുതുന്നത്. മാക്രോയ്ക്ക് ഒരു നെയിം, പിന്നെ മാക്രോ എന്ന് കാണും, മാക്രോ എന്ന് പറഞ്ഞ് കാണും. ഇത് ഡയറക്റ്റീവ്സ് ആണ്. മാക്രോയ്ക്കും മാക്രോ ഡയറക്റ്റീവ്സ് ആണ് ഇത്. മാക്രോയ്ക്കും മാക്രോ ഇൻറ്റിനും ഇടയ്ക്ക് വേണം നമ്മൾ ഈ ഒരു ബോഡി ഓഫ് മാക്രോ എഴുതാനായിട്ട്. ഓക്കെ, മാക്രോ ഹെഡറും മാക്രോയ്ക്കും മാക്രോ എൻഡിനും ഇടയ്ക്ക് വേണം എന്ത് എഴുതാൻ? ബോഡി ഓഫ് മാക്രോ നമ്മൾ എഴുതാൻ. ആദ്യം മാക്രോയുടെ നെയിം കാണും, പിന്നെ ഒരു മാക്രോ എന്ന് പറഞ്ഞ് കാണും, പിന്നെ ഇവിടെ ഫോർമൽ പാരാമീറ്റർ ആണ് കാണുന്നത്. ഓക്കെ, പിന്നെ ബോഡി ഓഫ് മാക്രോ, പിന്നെ എമെന്റ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് മാക്രോയെ കാണിക്കാനാണ്. ഇപ്പം ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ ഇവിടെ പണ്ട് സം എന്ന് പറയുന്നതാണ് മാക്രോയുടെ നെയിം. അത് കഴിഞ്ഞിട്ട് മാക്രോ എന്ന് കാണും. മാക്രോ എന്ന് കാണുമ്പോൾ തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇതൊരു മാക്രോ സ്റ്റേറ്റ്മെന്റ് ആണെന്ന്, ഒരു മാക്രോ ഡെഫിനിഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് മാക്രോ എന്നിവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മാക്രോ നെയിം കാണും, പിന്നെ മാക്രോ എന്ന് കാണുമ്പോഴത്തേനാണ് എന്താണ് ഒരു മാക്രോ ഡെഫിനിഷൻ ആണെന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫോർമൽ പാരാമീറ്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ 2 ഫോർമൽ പാരാമീറ്റർ ഉണ്ട്, എക്സും വൈയും. ഫോർമൽ പാരാമീറ്റർ ആണെന്ന് കാണിക്കാനായിട്ടാണ് ഇവിടെ ആംബ്രസെന്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബോഡി ഓഫ് മാക്രോ ആണ്. പിന്നെ എമെന്റ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ മാക്രോ ആണ്. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് ഈ ബോഡി ഓഫ് മാക്രോയ്ക്കകത്ത്? LDA ആംബ്രസെന്റ് എക്സിനെ എടുത്ത് എന്ത് ചെയ്തു? അക്യുമുലേറ്ററിൻ്റെ അകത്ത് നമ്മൾ ആദ്യം കൊണ്ടുവച്ചു. പിന്നെ എന്ത് ചെയ്യാം? മൂവ് ബി, അക്യുമുലേറ്ററിൻ്റെ അകത്തുള്ളതിനെ രജിസ്റ്റർ ബിയിലേക്ക് കൊണ്ടുവച്ചു. LDA ആംബ്രസെന്റ് വൈ എന്ന് പറയുമ്പം വൈയെ എടുത്ത് നമ്മളിവിടെ വെച്ചു, അക്യുമുലേറ്റർ വെച്ചു. ആഡ് എന്ന് പറയുമ്പം അക്യുമുലേറ്ററിലുള്ള ഇപ്പം എക്സും ബി എന്ന് പറഞ്ഞ രജിസ്റ്ററിലുള്ള അക്യുമുലേറ്ററിൽ ഇപ്പം വൈ ആണ് ഇരിക്കുന്നത്. അക്യുമുലേറ്ററിലുള്ള വൈയും ബി എന്ന രജിസ്റ്ററിലുള്ള എക്സും തമ്മിൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതാണ് ഈ മാക്രോ എന്ന് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ഇത് പ്രോഗ്രാമിൻ്റെ പലയിടങ്ങളിൽ റിപ്പീറ്റ് ചെയ്തിട്ട് പലയിടത്തും ഇത്തരം കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, പ്രോഗ്രാമർ സിംഗിൾ നെയിം സം എന്ന് പറയുന്നതാണ് ഇവിടെ മാക്രോയുടെ നെയിം. അപ്പം പ്രോഗ്രാമർ എന്ത് കൊടുത്താൽ മതി? സം എന്ന ഒരു സിംഗിൾ നെയിമിൽ പ്രോഗ്രാമർക്ക് കൊടുക്കാനായിട്ട് പറ്റും. Okay. The use of macro name with a set of actual parameter is replaced by code generated from its body. അതായത് മാക്രോ നെയിമിൻ്റെ കൂടെ ആക്ച്വൽ പാരാമീറ്റർ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ പ്രോഗ്രാമിൻ്റെ അകത്ത് മാക്രോയുടെ നെയിമിൻ്റെ കൂടെ ആക്ച്വൽ പാരാമീറ്റർ കൊടുത്തു കഴിയുമ്പോഴത്തേനാണ് എന്ത് ചെയ്യുന്നത്? ഈ റീപ്ലേസ് ചെയ്തിട്ട് കോഡ് അവിടെ വരുന്നത് ബോഡിയിൽ. അതായത് പ്രോഗ്രാമിൻ്റെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് വരും? ആ കോഡ് ബോഡി ഓഫ് ദ മാക്രോ വരും. ഓക്കെ, ഇപ്പം ഒരു പ്രോഗ്രാം എഴുതിയേക്കുവാണ്. ആ പ്രോഗ്രാമിൻ്റെ അകത്തൊരു മാക്രോ നെയിമും ആക്ച്വൽ പാരാമീറ്ററും കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാമർ അത്രേ കൊടുക്കത്തുള്ളൂ. ഒരു സ്റ്റാർട്ടിങ് ഓഫ് ദ പ്രോഗ്രാമിൽ മാക്രോ ഡെഫിനിഷൻ കാണും. പിന്നെ പ്രോഗ്രാം എഴുതുമ്പം മാക്രോ നെയിമും ആക്ച്വൽ പാരാമീറ്റർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പം പ്രോഗ്രാം റണ്ണ് ചെയ്യുമ്പോഴല്ല
ഇങ്ങനെ കൊടുത്തു കഴിയുമ്പം, അതായത് പ്രോഗ്രാമിൻ്റെ നെയിമും ആക്ച്വൽ പാരാമീറ്ററും കൊടുത്തു കഴിയുമ്പം ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ റീപ്ലേസ് ചെയ്യും ഈ കൊടുത്തിരിക്കുന്ന മാക്രോയുടെ ബോഡി എന്താണോ കിടക്കുന്നത് അതായിരിക്കും അവിടെ വരുന്നത്. അതെങ്ങനെയാണ്, അതിനെയാണ് നമ്മൾ മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇത്ര ആണ് മനസ്സിലാക്കി വെക്കുക. ഒരു മാക്രോയുടെ നെയിമും കാണും, ഒരു ആക്ച്വൽ പാരാമീറ്ററും കാണും. നമ്മളത് പ്രോഗ്രാമിൽ എവിടെയാണോ വരുന്നത് അവിടെയാണ് എന്ത് വരുന്നത്, ഈ പ്രോഗ്രാമിൻ്റെ ആ മാക്രോയുടെ ബോഡി റീപ്ലേസ് ചെയ്ത് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് മാക്രോ ബോഡിക്കകത്ത് എന്തൊക്കെയാണ് വരാൻ പറ്റുന്നത്? ഓക്കെ, അപ്പം മാക്രോയ്ക്കകത്ത് എന്തൊക്കെ വരാം? ഫോർമൽ സ്ട്രക്ചർ ഓഫ് മാക്രോ ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഓക്കെ, ഒരു സാധാരണ ഒരു മാക്രോയ്ക്കകത്ത് എന്തൊക്കെയാണ് വരാൻ പറ്റുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് മാക്രോ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ മാക്രോ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നെയിമും കാണും, ഫോർമൽ പാരാമീറ്ററും കാണും. ഇതാണ് പറഞ്ഞിരിക്കുന്നത് മാക്രോയുടെ നെയിം, അത് കണ്ടൊരു മാക്രോ, അത് ഫോർമൽ പാരാമീറ്റർ. പിന്നെ അപ്പം ആ മാക്രോ നെയിം വിത്ത് ഫോർമൽ പാരാമീറ്റർ വരുന്ന ഈ ഫസ്റ്റ് ഇതിനെയാണ് എന്ത് പറയുന്നത്, പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാക്രോ ഹെഡർ എന്ന് പറയും. മാക്രോ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, മാക്രോ ഹെഡർ എന്നാണ് ഇതിനെ പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. മാക്രോ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് നെയിം ഓഫ് ദ മാക്രോയും ഫോർമൽ പാരാമീറ്ററുമായിരിക്കും കാണുന്നത്. ടൈപ്പ് ഓഫ് ഫോർമൽ പാരാമീറ്റർ. ഫോർമൽ പാരാമീറ്റർ ആണ് കാണിക്കാൻ ആംപർസെന്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ സിമ്പിൾ കാണും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന മോഡൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, മോഡൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ബോഡി ഓഫ് മാക്രോ ഫ്രം വിച്ച് അസംബ്ലി ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ടു ബി ജനറേറ്റഡ് ഡ്യൂറിങ് എക്സ്പാൻഷൻ. എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഈ മാക്രോയുടെ ഡെഫിനിഷനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്നത് ഒരു അസംബ്ലി ലാംഗ്വേജ് ആണ്. മാക്രോ ഡെഫിനിഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്നത് ഒരു അസംബ്ലി ലാംഗ്വേജ് ആണ്. ആ അസംബ്ലി ലാംഗ്വേജ് കിട്ടുന്ന ആ ബോഡി ഓഫ് മാക്രോയാണ് എന്ത് പറയുന്നത്, മോഡൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബോഡി ഓഫ് മാക്രോ ഫ്രം വിച്ച് അസംബ്ലി ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ടു ബി ജനറേറ്റഡ്. ആ ബോഡി ഓഫ് ദ മാക്രോയ്ക്കകത്തു നിന്ന് നമ്മൾ അസംബ്ലി ലെവൽ ലാംഗ്വേജ് കിട്ടുന്നതെന്ന് പറഞ്ഞ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് ഏതൊക്കെയാണോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടുന്ന മോഡൽ സ്റ്റേറ്റ്മെന്റ്. ഇതൊക്കെ മോഡൽ സ്റ്റേറ്റ്മെന്റ് ആണ്. LDA ആംപർസെന്റ് X മൂവ് B, LDA ആംപർസെന്റ് Y ആഡ് B എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതാണ് മോഡൽ സ്റ്റേറ്റ്മെന്റ്. Next, macro preprocessor statement. Macro preprocessor statement specify the statement used for performing auxiliary function during macro expansion. അതായത് നമുക്ക് ഒരു ഇഫ് അല്ലെങ്കിൽ വൈൽ അങ്ങനെയുള്ള ഓക്സിലറി, അതായത് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും ഒരു ഫങ്ഷൻ ചേഞ്ച് ആക്കി കൊടുക്കുക. ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാധാരണ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ വൈലാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക, അങ്ങനെയൊക്കെ അല്ലേ. അപ്പം അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെൻറ്റ് സ്പെസിഫൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് ഓക്സിലറി ഫങ്ഷൻ ഡ്യൂറിങ് മാക്രോ എക്സ്പാൻഷൻ. മാക്രോ എക്സ്പാൻഷൻ സമയത്ത് എന്തെങ്കിലും ഓക്സിലറി ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് മാക്രോ പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് വൈൽ ഒക്കെ പ്രീ പ്രോസസർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മാക്രോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അത് പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മാക്രോയുടെ ഹെഡർ ആണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞു നെയിം ഓഫ് മാക്രോ വേണം, പിന്നെ ഫോർമൽ പാരാമീറ്റർ ആയിരിക്കും നമ്മൾ പറയുന്നത്. ഒന്നോ അതിൽ കൂടുതലോ ഫോർമൽ പാരാമീറ്റർ പറയാം. ഇവിടെ ഈ സ്ക്വയറിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ മീനിങ് ഇറ്റ് ഇസ് ആൻ ഓപ്ഷണൽ എന്നാണ്, വേണമെങ്കിൽ വരാം. പക്ഷേ മാക്രോയുടെ നെയിം മാത്രം എന്താണ്, മസ്റ്റ് ആണ്. ഓക്കെ, മാക്രോയുടെ നെയിം കമ്പൽസറി ആണ്, പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് ഫോർമൽ പാരാമീറ്റർ എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. ഇനിയും
ഈ പാരാമീറ്റർ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നെയിം ഓഫ് പാരാമീറ്ററും പാരാമീറ്ററിൻ്റെ ടൈപ്പും ആണ്. ഈ ഫോർമൽ പാരാമീറ്റർ സ്പെസിഫിക്കേഷൻ്റെ അകത്ത് എങ്ങനെ വരുന്നത്, നെയിം ആണ് വരുന്നത്. നെയിം ഓഫ് ആംപർസെന്റ് കാണും ഫ്രണ്ടിൽ, അത് കഴിഞ്ഞിട്ട് നെയിം ഓഫ് പാരാമീറ്റർ, പിന്നെ പാരാമീറ്ററിൻ്റെ ടൈപ്പ്. ഈ പാരാമീറ്ററിൻ്റെ ടൈപ്പ് ഓപ്ഷണലാണ്, അത് കമ്പൽസറി അല്ല. ടൈപ്പ് ഇൻറ്റീജർ, ഫ്ലോട്ട് അങ്ങനെ നമ്മൾ കൊടുക്കണം എന്നുള്ളത് കമ്പൽസറി അല്ല. സാധാരണ എഴുതുമ്പോഴത്തേന് നെയിം ഓഫ് ദ പാരാമീറ്റർ മാത്രമേ കാണത്തുള്ളൂ. വേണമെങ്കിൽ പാരാമീറ്ററിൻ്റെ ടൈപ്പ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം മാക്രോ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്, അതായത് നമ്മുടെ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പോഴത്തേന് ഓക്കെ അതിൻ്റെ കൂടെ മാക്രോയുടെ നെയിം എഴുതി കൊടുക്കുക. ആ മാക്രോയെ കോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, നെയിം ഓഫ് മാക്രോ. അതായത് ഈ നെയിം, ഇവിടെ പറഞ്ഞിരിക്കുന്ന നെയിം തന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് എഴുതി കൊടുക്കുക. കൂടാതെ ആക്ച്വൽ പാരാമീറ്റർ. ഇപ്പം നമ്മൾ ഒരു ഫംഗ്ഷൻ, സി പ്രോഗ്രാമിൻ്റെ അകത്ത് ഫംഗ്ഷൻ്റെ അവിടെ എഴുതത്തില്ലേ, അത് ഓർത്താൽ മതി. ഒരു ഫംഗ്ഷൻ എഴുതുമ്പം അതിൻ്റെ അകത്ത് എഴുതുന്ന ഫോർമൽ പാരാമീറ്റർ ആണ്. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴത്തേന് എന്താണ്, ആക്ച്വൽ പാരാമീറ്റർ ആണ്. ആ സെയിം പോലെ തന്നെയാണ് ഇവിടെയും. പക്ഷേ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ്, അതാണ് ആക്ച്വൽ പാരാമീറ്റർ ആണ് നമ്മൾ എന്തിൻ്റെ അകത്ത് മാക്രോ കോൾ ചെയ്യുമ്പോഴത്തേന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ വ്യത്യാസം ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മാക്രോയെ കോൾ ചെയ്യുമ്പോഴത്തേനുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുമ്പം അവിടെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ എങ്കിൽ മാക്രോയെ നമ്മൾ കോൾ ചെയ്യുമ്പം മാക്രോയെ എക്സിക്യൂഷൻ അല്ല, അവിടെ എക്സ്പാൻഷനാണ് നടക്കുന്നത്. അവിടെ വാല്യൂ കൊടുത്ത് ഈ കോഡ് എന്താണോ ഈ മാക്രോ ഡെഫിനിഷൻ്റെ അകത്തുള്ള ബോഡിക്കകത്തുള്ള അത് അതേപടി ആ പ്ലേസിൽ കൊണ്ട് കൊടുക്കും. ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു മാക്രോയും ഒരു ഫംഗ്ഷനും തമ്മിലുള്ള മാക്രോ ഇൻവൊക്കേഷൻ. മാക്രോ ഇൻവൊക്കേഷൻ എന്ന് പറയുന്നതും മാക്രോ കോൾ എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, അപ്പം മാക്രോ ഇൻവൊക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത് മാക്രോയുടെ നെയിം കൊടുക്കും, കൂടാതെ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന ആക്ച്വൽ പാരാമീറ്റർ. ഓക്കെ, ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ ആണോ ആ മാക്രോയ്ക്ക് കൊടുക്കുന്നത് ആ വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് മാക്രോയെ നമ്മൾ കോൾ ചെയ്യുന്നത്. കണ്ടോ, മാക്രോ ഇൻവൊക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ഗിവ് ദ നെയിം ഓഫ് മാക്രോ ഇൻസ്ട്രക്ഷൻ ബീങ് ഇൻവോക്ഡ് and arguments to be used in expanding the macro. മാക്രോയെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്തിൻ്റെ കൂടെ കൊടുക്കും, മാക്രോയുടെ നെയിമിൻ്റെ കൂടെയാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മാക്രോയെ നമ്മൾ ഇൻവോക്കേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മാക്രോ കോളാണ്. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് പറയുന്ന മാക്രോ നെയിം ഫോളോഡ് ബൈ ദ ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ആക്ച്വൽ പാരാമീറ്റർ ഈസ് P1, P2 എക്സെട്ര. ഇവിടെ എത്ര ഫോർമൽ പാരാമീറ്റർ ഉണ്ടോ അത്രയും ആക്ച്വൽ പാരാമീറ്റർ ആയിരിക്കും നമ്മൾ സാധാരണ പൊസിഷണൽ പാരാമീറ്റർ ആണെങ്കിൽ പാസ് ചെയ്യുന്നത്. ഇനിയും ഇത് പലതരത്തിലുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ സാധാരണ മാക്രോ ഇൻവൊക്കേഷൻ അല്ലെ മാക്രോ നെയിമിൻ്റെ സിൻടാക്സ് മാക്രോയുടെ നെയിം ആദ്യം കൊടുക്കണം. പിന്നെ P1, P2 എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. എന്താണ് ഒരു പ്രൊസീജിയർ കോളും മാക്രോ കോളും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ്? ഓക്കെ, മാക്രോ കോൾ ആണെങ്കിൽ മാക്രോയുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് മാക്രോ ബോഡി ആർ എക്സ്പാൻഡഡ് ഈച്ച് ടൈം ദ മാക്രോ ഇസ് ഇൻവൊക്കേറ്റഡ്. നമ്മൾ മാക്രോയെ കോൾ ചെയ്യുമ്പം മാക്രോയ്ക്ക് ബോഡി ഓഫ് മാക്രോ ഉണ്ടെന്ന് പറഞ്ഞു, അതിനെ എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കേസിലെന്ന് പറഞ്ഞത് ഒരു എക്സാമ്പിൾ വെച്ച് ഇതെന്ന് പറയുന്ന മാക്രോയുടെ ഒരു ഡെഫിനിഷനാണ്. നമ്മളെ ഇതാണ് നമ്മുടെ ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൻ്റെ അകത്തുണ്ട് ഇപ്പൊ സ്റ്റാർട്ട് 100 A B DS1 ഇതിനൊന്നും ചേഞ്ച് ഇല്ല. INCR എന്ന് പറയുമ്പോൾ മാക്രോയുടെ നെയിമാണ്. INCR എന്ന് പറയുന്ന മാക്രോ നെയിമാണ്. ഒരു മാക്രോ നെയിം വന്നു കഴിയുമ്പോൾ മാക്രോ നെയിം ഫോളോഡ് ബൈ ഇറ്റ്സ് ആക്ച്വൽ പാരാമീറ്റർ ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ആംപർസെന്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഫോർമൽ പാരാമീറ്റേഴ്സ്. അവിടാണ് നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ INCR AB AR AREG എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എയും ബിയും ഇതിന്റെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ്, ഇത് ഫോർമൽ പാരാമീറ്റേഴ്സ് ആണ്. അപ്പം ഇവിടെ ആംപർസെന്റ് എക്ക് പകരം A എന്ന് കൊടുക്കുക, ആംപർസെന്റ് ബിക്ക് പകരം B എന്ന് കൊടുക്കുക. അപ്പം ഇവിടെ കണ്ടോ ഈ എയും ബിയും കഴിഞ്ഞിട്ട് INCR വരുന്നത്
അത്രയും പോർഷനിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്തേക്കുവാണ്. ഇതാണ് മാക്രോയുടെ ബോഡി, ഇത്രയും പോർഷൻ. മൂവ് റെഗ് ആംപ്രസെന്റ് എ, ആഡ് റെഗ് ബി, മൂവ് എം റെഗ് എ എന്ന് വരും. ഓക്കെ, അതാണ് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചേക്കുന്നത്. ഇവിടെ പ്ലസ് സൈൻ മുന്നിലിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, ഇതാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് തൊട്ട് താഴെ പ്രിന്റ് എ, അതിനൊന്നും മാറ്റമില്ല, സ്റ്റോപ്പ് എൻഡ്. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു മാക്രോ കോൾ വരുമ്പോൾ, ഇതാണ് മാക്രോയുടെ കോള്. മാക്രോ കോൾ വന്നു കഴിയുമ്പം ബോഡി ഓഫ് മാക്രോ, ബോഡി ഓഫ് മാക്രോയ്ക്കകത്ത് ഈ 3 സ്റ്റേറ്റ്മെന്റ് ആണ് ഈ എക്സാമ്പിളിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അത്രയും പോർഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ പ്രോഗ്രാമിന്റെ ആ പ്ലേസിൽ വരും. ഒരു പ്രൊസീജിയർ കോൾ ആണെങ്കിൽ, ഒരു പ്രൊസീജിയർ കോൾ എന്നൊരു ഫംഗ്ഷൻ പ്രൊസീജിയറിനെ കോൾ ചെയ്യുമ്പോഴത്തേനാണെങ്കിൽ ഓക്കെ, ഒരു സബ് റൂട്ടീൻ, ആ സബ് റൂട്ടീൻ ഒരു പ്രാവശ്യം നമ്മൾ എഴുതത്തുള്ളൂ. അതെന്താ ചെയ്യുന്നത്, എത്ര ടൈം ആ സബ് റൂട്ടീനെ കോൾ ചെയ്ത് കഴിഞ്ഞാലും അവിടെ പോയി എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് മാത്രമേ വരത്തുള്ളൂ അല്ലേ. ഇപ്പൊ ഒരു സം എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സമ്മിനെ കോൾ ചെയ്യുമ്പം അവിടെ പോയി എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ അത് ആ റിസൾട്ട് വരത്തേ ഉള്ളൂ അല്ലേ. അത് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് റിട്ടേൺ വരും. അപ്പൊ അങ്ങനെയാണ് ഒരു പ്രൊസീജിയർ കോൾ എന്ന് പറഞ്ഞെങ്കിൽ. അതാ പറയുക, സ്റ്റേറ്റ്മെന്റ് ഓഫ് സബ് റൂട്ടീൻ അപ്പിയർ ഓൺലി വൺസ്, ഒരു പ്രാവശ്യം അപ്പിയർ ചെയ്യത്തുള്ളൂ. റിഗാർഡ്ലെസ് ഓഫ് ഹൗ മെനി ടൈംസ് ദ സബ് റൂട്ടീൻ ഈസ് കോൾ, എത്ര പ്രാവശ്യം കോൾ ചെയ്ത് കഴിഞ്ഞാലും അത് ഒരു പ്രാവശ്യം അപ്പിയർ ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല നടക്കുന്നത്, എക്സ്പാൻഷൻ അല്ല നടക്കുന്നത്, എക്സിക്യൂഷൻ ആണ് നടക്കുന്നത്. എക്സിക്യൂട്ട് ചെയ്തിട്ട് റിസൾട്ട് ആണ് പ്രൊസീജിയറിൻ്റെ അത് കിട്ടുന്നത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാക്രോ? മാക്രോയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിംപ്ലിഫൈ ആൻഡ് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് റിപ്പീറ്റഡ് കോഡ്സ്. ഓക്കെ, അതായത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കോഡുകൾ, ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് റിപ്പീറ്റഡ് കോഡ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എഴുതേണ്ട കാര്യമില്ല, അതെല്ലാം കൂടെ മാക്രോ ഡെഫിനിഷനകത്ത് ഒറ്റയടിക്ക് എഴുതിയാൽ മതി. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കോഡ് എഴുതുന്നത് നമുക്ക് എന്താണ് കുറയ്ക്കാം, അങ്ങനെ അത് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, പിന്നെ റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് എറർ കോസ്ഡ് ബൈ റിപ്പീറ്റീവ് കോഡ്സ്. ഓക്കെ, റെപ്പിറ്റേറ്റീവ് കോഡ്സിൻ്റെ എറേഴ്സ് കുറയ്ക്കാം. അതായത് റിപ്പീറ്റേറ്റീവ് കോഡ്സിനകത്ത് ഒരു എറർ വന്നു കഴിഞ്ഞാൽ അത് എറർ മാറ്റി നമ്മൾ ഒരിടത്ത് ഇത് എഴുതുവാണ്, അപ്പം അത് പലയിടത്ത് ആ എറർ വരുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് കോഡ് ഒരിടത്ത് എഴുതുന്നത് കൊണ്ട് എറർ എന്തെങ്കിലും വന്നാൽ ആ കോഡിന് മാത്രം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ മേക്ക് ആൻ അസംബ്ലി പ്രോഗ്രാം മോർ റീഡബിൾ. നമുക്ക് റീഡ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് വരുന്നതിന് നമ്മൾ ഒരിടത്ത് എഴുതി, അപ്പോൾ അത്രയും കോഡുകൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്കറിയാം ആ പർട്ടിക്കുലർ കോഡ് എന്താണ് ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ സം ആണെങ്കിൽ അത് ഇന്ന സമ്മാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ റീഡബിലിറ്റി കൂട്ടാൻ പറ്റും അസംബ്ലി പ്രോഗ്രാമിൻ്റെ ഇങ്ങനെയുള്ള എഴുതുന്നതുകൊണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ എക്സ്പാൻഡീവ് ആണ്. ഇപ്പം മാക്രോയെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാക്രോ കോളിൻ്റെ അവിടെ എക്സ്പാൻഷനാണ് നടക്കുന്നത്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം. അത് പർട്ടിക്കുലർ ഒരു മാക്രോ കോൾ വന്നു കഴിയുമ്പം ആ റീപ്ലേസ് ചെയ്തിട്ട് ആ മാക്രോയുടെ ബോഡിയെ അവിടെ കൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഓരോ കോളിലും ഇങ്ങനെ ചെയ്യുവാണ്, എക്സ്പാൻഡ് ചെയ്യുവാണ്. അപ്പം അതിൻ്റെ സൈസ് കൂടും. ഓക്കെ, അപ്പം ഇത് കമ്പൈലേഷന് മുമ്പ് ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിന് സൈസ് എന്ത് വരും, കൂടി വരും. അപ്പം അതാണ് ഡിസഡ്വാൻറ്റേജ്. മാക്രോ ഈസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. ഓക്കെ, ദ റീസൺ ഈസ് പ്രീ പ്രോസസർ വിൽ റീപ്ലേസ്. പ്രീ പ്രോസസർ എന്ത് ചെയ്യും, എല്ലാത്തിനും റീപ്ലേസ് ചെയ്യും മാക്രോയെ. നമ്മൾ ഒരു കമ്പൈലർക്ക് കൊടുക്കുന്നതിന് മുമ്പ് മാക്രോ കോൾ ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യും. അപ്പം പ്രോഗ്രാമിൻ്റെ സൈസ് എന്ത് കൂടും, പ്രോഗ്രാമിൻ്റെ സൈസ് അവിടെ കൂടും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്രോ ആൻഡ് പ്രൊസീജിയർ? ഒരു മാക്രോയും പ്രൊസീജിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓക്കെ, അപ്പം ഈ ഒരു പ്രാവശ്യം ഇത് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോയ്ക്കകത്ത് മെഷീൻ കോഡ് ഓരോ പ്രാവശ്യം കോൾ ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ആ മെഷീൻ കോഡ് റിട്ടേൺ ചെയ്യണം ഓരോ പ്രാവശ്യം, എവറി ടൈം. ഇതുണ്ട്, ദ കറസ്പോണ്ടിങ് മെഷീൻ കോഡ് ഇസ് റിട്ടേൺ എവറി ടൈം എ മാക്രോ ഈസ് കോൾഡ് ഇൻ എ പ്രോഗ്രാം. ഒരു മാക്രോയെ കോൾ ചെയ്യുമ്പം ഓരോ പ്രാവശ്യം എന്ത് ചെയ്യണം, ഈ മെഷീൻ കോഡിനെ റൈറ്റ് ചെയ്യണം.
പക്ഷേങ്കിൽ ഒറ്റ പ്രാവശ്യം പ്രൊസീജിയറിൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം മാത്രം എന്ത് ചെയ്താൽ മതി, ആ മെഷീൻ കോഡ് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, മനസ്സിലായി? ഇപ്പം മാക്രോ ഉണ്ട്, മാക്രോ കോൾ ചെയ്യുന്നിടത്തെല്ലാം എന്ത് ചെയ്യണം, ആ മെഷീൻ കോഡിനെ റൈറ്റ് ചെയ്യണം. പക്ഷെ പ്രൊസീജിയർ ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം നമുക്ക് ആ മെഷീൻ കോഡിനെ റൈറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സെക്കൻഡ് ഡിഫറൻസ്, ഇവിടെ എക്സ്പാൻഡ് ചെയ്യുവാന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യും, അതിൻ്റെ മെമ്മറി കൂടുതൽ വേണ്ടി, മോർ മെമ്മറി സ്പേസ് വേണം മാക്രോയ്ക്ക്. പക്ഷേ എങ്കിൽ പ്രൊസീജിയറിനാണെങ്കിൽ ലെസ് മെമ്മറി സ്പേസ് മതി. മാക്രോയെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ലെസ് മെമ്മറി സ്പേസ് മതി. തേർഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞത് നോ ട്രാൻസ്ഫർ ഓഫ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ ഒന്നും വേണ്ട. കാരണം എന്തെന്നാണ്, ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു കോഡ് കഴിഞ്ഞാൽ അടുത്ത കോഡ്, അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലൈൻ കഴിഞ്ഞാൽ അടുത്ത ഇൻസ്ട്രക്ഷനിലോട്ട് ഇത് പോകാൻ പറ്റും. പക്ഷേങ്കിൽ ഈ പ്രൊസീജിയറിൻ്റെ അകത്ത് പ്രോഗ്രാം കൗണ്ടർ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ഇനി ഫോർത്ത് വൺ എന്ന് പറഞ്ഞത് ഈ ഓവർഹെഡ് ഒന്നും ഇല്ല. സ്റ്റാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഓവർഹെഡോ ഓക്കെ, ഈ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഓവർഹെഡോ ഒന്നും മാക്രോയ്ക്കകത്തില്ല. ഓക്കെ, പക്ഷേങ്കിൽ പ്രൊസീജിയറിൻ്റെ അകത്ത് ഓവർഹെഡ് ഉണ്ട്. ഈ സ്റ്റാക്ക് ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ ചെയ്യുവാണ്, സ്റ്റാക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഓവർഹെഡ് ഉണ്ട്. ഇനിയും എക്സിക്യൂഷൻ ഫാസ്റ്റ് ആണ് മാക്രോയുടെ കേസിൽ. കാരണം എക്സ്പാൻഡ് ചെയ്തിരിക്കുവാണ്, ഇനി അതിനെ എക്സിക്യൂട്ട് ചെയ്താൽ കഴിഞ്ഞാൽ മാത്രം മതി. അപ്പം അതുകൊണ്ട് ഫാസ്റ്റ് ആണ് മാക്രോയുടെ കേസിൽ, എക്സിക്യൂഷൻ ഫാസ്റ്റ് ആണ്. പ്രൊസീജിയറിൻ്റെ കേസിൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. ഇവിടെ മാക്രോയുടെ കേസിൽ അസംബ്ലി ടൈം കൂടുതൽ വേണം. കാരണം നമ്മൾ പറഞ്ഞു ഈ മെഷീൻ കോഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻസ്ട്രക്ഷനും എല്ലാ പ്രാവശ്യവും കോൾ ചെയ്യുമ്പോൾ അത് മാറ്റണമെന്ന്. അതുകൊണ്ട് എന്താണ്, അസംബ്ലി ചെയ്യാനായിട്ട് ടൈം കൂടുതൽ വേണ്ടി വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊസീജിയറിൻ്റെ കേസിൽ അസംബ്ലി ടൈം കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. എന്തുകൊണ്ടാണ്, ഒരു പ്രാവശ്യം മാത്രം ഇത് മെമ്മറിയിൽ മെഷീൻ കോഡ് എഴുതേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നെക്സ്റ്റ് മാക്രോയുടെ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞെങ്കിൽ അതായത് നമ്മൾ റിപ്പീറ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷന് ചെറുതാണെങ്കിൽ, കുറച്ച് ഇൻസ്ട്രക്ഷന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ മാക്രോയാണ് ബെസ്റ്റ്. ഓക്കെ, വലിയ ഇൻസ്ട്രക്ഷൻ, അതായത് ലാർജ് പ്രോഗ്രാം അല്ലെങ്കിൽ ലാർജ് ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പ്രൊസീജിയറാണ്. റിപ്പീറ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ലാർജ് ആണെങ്കിൽ അതിന് പ്രൊസീജിയറാണ് ബെസ്റ്റ്. റിപ്പീറ്റഡ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് എന്താണ് ഒരു മാക്രോ ഡെഫിനിഷൻ, അല്ലെ എങ്ങനെയാണ് ഒരു മാക്രോ കോൾ. ഓക്കെ, അതിൻ്റെ മാക്രോയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പിന്നെ ഒരു പ്രൊസീജിയറും മൈക്രോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കനെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.